വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നു. എറണാകുളം ആലുവയിൽ 5 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ കേസിൽ ബീഹാർ സ്വദേശിയായ പ്രതി അസ്ഫാഖ് ആലം കുറ്റക്കാരനെന്ന് കോടതി. പ്രതിക്കെതിരെ ചുമത്തിയ 16 കുറ്റങ്ങളും തെളിഞ്ഞു. പ്രതിക്കെതിരെ പരമാവധി ശിക്ഷ വേണമെന്നാവശ്യപ്പെട്ട പ്രോസിക്യൂഷൻ നടന്നത് സമാനതകളില്ലാത്ത ക്രൂരതയാണെന്നും ചൂണ്ടിക്കാട്ടി. പ്രതിയുടെ മാനസിക നില പരിശോധിക്കണമെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ ആവശ്യപ്പെട്ടെങ്കിലും യാതൊരു മാനസിക പ്രശ്നവും പ്രതിക്ക് ഇല്ലെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം. സംഭവം നടന്ന് 100 ദിവസം കഴിഞ്ഞിട്ടും ഒരു മാറ്റവും പ്രതിയിൽ ഉണ്ടായിട്ടില്ലെന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. പ്രതിയുടെ മാനസിക നിലയുമായി ബന്ധപ്പെട്ട 3 റിപ്പോർട്ടുകളാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രതിക്ക് മാനസിക പരിവർത്തനത്തിന് സാധ്യതയുണ്ടോ എന്ന പ്രോസിക്യൂഷൻ റിപ്പോർട്ട്, ജയിലിലെ പ്രതിയുടെ പെരുമാറ്റ രീതി സംബന്ധിച്ച് ജയിൽ അധികാരിയുടെ റിപ്പോർട്ട്, ജില്ലാ പ്രൊബേഷണറി ഓഫീസറുടെ റിപ്പോർട്ട് എന്നിവ കോടതിയിൽ ഹാജരാക്കണം. അതുകൂടി പരിശോധിച്ച ശേഷമായിരിക്കും കേസിൽ അന്തിമ വിധി പറയുക. പ്രതിക്കെതിരെ ആരോപിച്ച 16 കുറ്റകൃത്യങ്ങൾക്കും പ്രതി കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തി. അത് കണ്ടെത്തിയ ശേഷം പ്രോസിക്യൂഷൻ ഈ കേസിൽ ഇതിന്റെ സാഹചര്യങ്ങൾ, അഗ്രവേറ്റിംഗ് സാഹചര്യങ്ങൾ ക്യാപിറ്റൽ പണിഷ്മെന്റ് തന്നെ കിട്ടാവുന്നതാണ്. അതിൽ 5ഓളം കുറ്റകൃത്യങ്ങൾക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റാണ്. 16 കുറ്റകൃത്യങ്ങളിൽ 5 കുറ്റകൃത്യങ്ങൾക്ക് ഡെത്ത് പെനാൽറ്റി കൊടുക്കാവുന്നതായതുകൊണ്ട് ഈ കേസിൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കേണ്ടി വരും. അതായത് മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസ് കേട്ടതിന് ശേഷം എന്ന് പറഞ്ഞു. കൊലപാതകം, ബലാത്സംഗം അടക്കം 16 വകുപ്പുകൾ ചുമത്തിയായിരുന്നു പ്രതി അസ്ഫാഖ് ആലത്തിനെതിരായി വിചാരണ നടന്നത്. 26 ദിവസം കൊണ്ട് അതിവേഗത്തിൽ വിചാരണ പൂർത്തിയാക്കി അതിവേഗം വിധി പറയുന്നുവെന്ന പ്രത്യേകതയും കേസിനുണ്ട്. I feel and my entire team feels very proud to say that we are part of a system in which the conviction is there after 100 days of the incident. So it's a very proud moment for us. We worked really hard for it, helped us a lot in this case, as well as the charge sheet was filed in a period of 30 days. That is an achievement of the teamwork. കേസിലെ ശിക്ഷാവിധിയിന്മേലുള്ള വാദം ഈ മാസം 9 നടക്കും. വളരെ വേഗത്തിലും എന്നാൽ കൃത്യതയോടും കൂടി തന്നെ ഈ കേസ് കൈകാര്യം ചെയ്യാൻ കേരള പോലീസിന് സാധിച്ചു എന്നാണ് കോടതിയുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിൽ നിന്നും ക്യാമറാമാൻ KR ഗോവിന്ദനൊപ്പം AT അശ്വതി, കേരള വിഷൻ ന്യൂസ്.